പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. സമാധാനത്തിരിക്കുക. ഇപ്പോഴ് പ്രാർത്ഥനയുടെ സമയമാണ്. നമ്മൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമായ അൾത്താരയിൽ നിന്നുകൊണ്ട് ജീവിതത്തായ പല വലിയ സാക്ഷ്യങ്ങളും കേൾക്കുകയായിരുന്നു. ഈ സാക്ഷ്യങ്ങളുടെ ഒരു അനുഭവങ്ങളാണ് നമ്മൾ പണ്ട് ഉടമ്പടിക്ക് മുമ്പ് 2 കൂട്ടായ്മയും ഉടമ്പടി അമ്മ തരുന്ന മുമ്പ് 2 കൂട്ടായ്മയാണ് നമുക്കുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ടത് ആദ്യ ചൊവ്വാഴ്ചയും ആദ്യ ഞായറാഴ്ചയും. അപ്പോഴതിൽ കിട്ടുന്ന നമ്മുടെ സാക്ഷ്യം 30 സാക്ഷ്യങ്ങളാണ് കിട്ടിയിരുന്നത്. ഇപ്പോഴ് അത് 440 സാക്ഷ്യങ്ങളായിട്ടാണ് ഉയർന്നത്. പണ്ടെല്ലാ സാക്ഷ്യങ്ങളും പറയിപ്പിക്കുമായിരുന്നു. ഇപ്പോഴല്പം കാമ്പുള്ള സാക്ഷ്യങ്ങൾ മാത്രമേ, കുറച്ചെങ്കിലും കാമ്പുള്ള സാക്ഷ്യങ്ങൾ മാത്രമേ പറയിപ്പിക്കാൻ നമുക്ക് സമയമുള്ളൂ. അതുകൊണ്ടാണ് കാമ്പുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ആ ചങ്ങനാശ്ശേരി അച്ചായൻ പറഞ്ഞ സാക്ഷ്യം 5 കാര്യം പറഞ്ഞ് 2 സാക്ഷ്യം അതിൻ്റെ തൊഴിൽ ശരിക്കും. പിന്നെ അത്രയും പറഞ്ഞപ്പോൾ ആ 2 ഉള്ളത് കൊണ്ടാണ് ബാക്കി പറയാൻ അനുവദിക്കുന്നത്. ആദ്യം പറഞ്ഞതൊന്നും സാക്ഷ്യമല്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ യുക്തി കൊണ്ട് ആലോചിച്ച നടക്കണ കാര്യങ്ങൾ തന്നെയാണ്. എല്ലാം നടക്കാത്ത 2 കാര്യങ്ങളുള്ള അതിൻ്റെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതാണ് അമ്മ സാക്ഷ്യം എന്ന് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ആ PR കാര്യം, ആ ഓഫീസർ ആ ഫയൽ വെച്ച് മുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് എൻ്റെ അത് പ്രധാനപ്പെട്ട. ഓഫീസർ നമുക്ക് തന്നെ അറിയില്ല എന്താണ് PR സംഭവിച്ചത്, PR ആപ്ലിക്കേഷന് ഫയലിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. അമ്മ കുറച്ചുകൂടി വളരെ ന്യായമായ രീതിയിലാണ് ഈ വിഷയം, വളരെ ഡീസൻ്റ് എന്ന് ഞാൻ പറയും. കാര്യം ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഇൻറ്റിമേഷൻ സംഭവിച്ചു. അത് ഓഫീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്ന ഫെയിലിയറാണ്. ആ ഫയല് ആ പർട്ടിക്കുലർ ഓഫീസറെ വെച്ച് മുക്കിക്കൊണ്ടിരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഫെയിലിയറാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫെയിലിയർ കസ്റ്റമേഴ്സിനെ അറിയിക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പോളിസിയല്ല. പക്ഷേ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ആ ഉടമ്പടി ചെയ്ത വ്യക്തിയോടുള്ള വിശ്വസ്ത കാരണം, മകനെ വാട്ട് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് ഹിയർ, എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് ഉടനെ മൊബൈലിൽ വരികയാണ്. നിങ്ങളുടെ ഫയൽ ഇത്രയും സമയം മുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ ഫയൽ കൈകാര്യം ചെയ്ത ആ ഓഫീസർ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്ത് അടുത്ത ഓഫീസറിന് കൊടുക്കുകയാണ്. ആരാണ് എടുത്തു കൊടുത്തത്? അമ്മയാണ് എടുത്തു കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടമ്പടി ആ മരവിച്ച് കിടന്ന ഫയൽ അവിടുന്ന് പൊക്കിയെടുത്ത് പ്രോപ്പർ ചാനലിൽ കൊടുക്കുക തന്നെയല്ല. സാധാരണ 2.5 മാസമാണ് PR. ആ ഫയൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് 28 ദിവസത്തിന് മുമ്പ് PR ആയി വരികയാണ്. അതാണ് മിറക്കിൾ, മരിയൻ മിറക്കിൾ. കൈ അടിച്ച് കിടത്താൻ. പിന്നെ അദ്ദേഹം പറഞ്ഞ 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ആ പല്ലുവേദനയുടെ കേസാണ്. ഇത് എന്താ ഞാനത് ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ, സാക്ഷ്യം ഒരു 100 സാക്ഷ്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു 50 സാക്ഷ്യം പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സാക്ഷ്യത്തിൽ അമ്മ ഡയറക്റ്റ് പോണത് കാണാം. അത് ഞാൻ അച്ഛനായിട്ട് ആദ്യം കേൾക്കുന്ന ചില സാക്ഷ്യങ്ങളാണ്. ഈ ഉടമ്പടിക്ക് ശേഷമാണ് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്, അമ്മ ഡയറക്റ്റ് ചെല്ലണത്. ശരിക്കും പറഞ്ഞാൽ അമ്മ ഡയറക്റ്റ് പോകാൻ തുടങ്ങിയത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആദ്യമായിട്ടും ജനങ്ങൾക്ക് കൊടുത്ത രാത്രിയാണ്. ആദ്യമായിട്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയല്ലേ ഉണ്ടായിരുന്നു നമുക്ക്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സഭ അത് അംഗീകരിക്കാനും പഠനത്തിനും തയ്യാറാകണമെന്ന്. അതായിരുന്നു ആദ്യത്തെ. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വൈക്കത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന മകള്, അവളുടെ കയ്യിൽ പെട്രോളിയം ജെല്ലി വീണിട്ട്
ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ നന്നായി ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ പെട്രോളിയം ജെല്ലി എന്ന് പറഞ്ഞാൽ ആങ്ങള പെട്രോളിൻ്റെ ജെല്ലി എടുത്ത് എന്തോ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെങ്ങൾ ചെന്ന് കൈയിട്ട് തട്ടിയപ്പോൾ അവിടെ ഇരുന്ന് വിളക്കിൽ നിന്ന് ആ പെട്രോളിയം ജെല്ലി ഇവളുടെ കയ്യെ വീഴുകയും ആ വിളക്കിൽ നിന്ന് തീ ആന്തി പിടിച്ച് കൈ പൊള്ളി തീരുകയും ചെയ്തിട്ട് ഇവളിങ്ങനെ കൈ പൊള്ളി സർവാംഗം പൊള്ളിയായിട്ട് ആശുപത്രി കിടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ അന്ന് ഉച്ചക്കാണ് ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആദ്യമായിട്ടും കൊടുത്തത്. ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഈ പെട്രോളിയം ജെല്ലി വെന്ത് കിടക്കുന്ന കുഞ്ഞ് വേദനയോടെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനീ കൈ കൊണ്ട് ഇനി എങ്ങനെ വേലയെടുത്ത് തിന്നും? എനിക്ക് പഠിക്കാൻ പറ്റുമോ, എഴുതാൻ പറ്റുമോ? എൻ്റെ കാര്യം തീരാനായെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ആ നിരാശയുടെ രാത്രി, ആ നിരാശയിൽ ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ആ നിരാശപ്പെട്ട് കിടക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഒരാൾ, അവരുടെ ബന്ധു ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുമായിട്ട് അവരുടെ അടുത്ത് ചെല്ലണത്. ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ അമ്മയും കൂടി പ്രാർത്ഥിച്ച് അവൾ പിന്നെ അമ്മയ്ക്ക് കൊടുത്ത് അവൾ ഉറങ്ങിപ്പോയി. രാത്രി 2 മണിയായപ്പോൾ ഒരു സ്ത്രീ വന്ന് ഇവരുടെ കയ്യെ തൊട്ട്, ആദ്യമായിട്ട് ജെയിൻ, അതെ, അപ്പോൾ ആദ്യം കയ്യെ തൊട്ട്, കൈ തൊട്ട്, ഭുജം തൊട്ട് ഈ വെന്ത് നീറിപ്പഴുത്ത കൈ ചട്ടം വരെ ഇങ്ങനെ തടവി. അപ്പോൾ പിന്നെ അവൾ ഉണർന്നപ്പോൾ ആ പാടുപോലും ഇല്ലാതെ പഴയ കൈയായിട്ടിരിക്കണം. പ്രൈസ് ദ ലോർഡ്. അതോടുകൂടിയാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. അമ്മ ഇറങ്ങി നടന്നാണ് പ്രവർത്തിക്കുന്നത്. ശരിക്കും പ്രത്യക്ഷയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് നമുക്ക് മനസ്സിലായത് കൃപാസന അമ്മ സഞ്ചാരി മാതാവാണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ മാസത്തെ സാക്ഷ്യത്തിൽ ഉണ്ടായിരുന്ന കോടതി മുറിയിലോട്ട് കയറിപ്പോയെന്നൊരാൾ ഇപ്പോഴത്തെ സാക്ഷ്യത്തിൽ കണ്ടില്ലേ? ആ ഡോക്ടർ എവിടെയോ എന്തോ ചെയ്ത് ബ്ലീഡിങ് വന്നപ്പോൾ വിവരണനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കയറി വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ബാക്കി ചെയ്തെന്ന്. ആ ഡോക്ടറിന് അവരെ അറിയത്തില്ല, അവർക്കും അറിയത്തില്ലെന്ന്. പിന്നെ ഉടനെ ബ്ലീഡിങ് തീർന്നെന്ന്. അത് ജർമ്മനിയിൽ നടക്കുന്ന സംഭവമാണ്. അതായത് അതാണ് മിറക്കിളെന്ന് പറയുന്നത്, മരിയം മിറക്കിളെന്ന് പറയണത്. നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ അമ്മയുടെ ഉടമസ്ഥയിലായി. ആ ഒരു ബോധം സഹോദരങ്ങൾക്ക് ഉണ്ടാവണം. ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മൾ അമ്മയുടെ ഉടമസ്ഥതയിലായി. അപ്പം നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ആരുടേതായി? അമ്മയുടെ സ്വന്തം വിഷയമായി. നമ്മൾ വിശ്വസ്തത കാണിക്കുന്നതനുസരിച്ച് ഉടമ്പടി നമുക്ക് വിശ്വാസം മാത്രം പോരാ. എന്താ വേണ്ടത്? അതെപ്പോഴും ഓർത്തേക്കണം, വിശ്വസ്തത. കാരണം ഇപ്പോഴും മസുഹറ ഷെരീഫ് ആരാണത്? അങ്ങനെ ഒരു സഹോദരി അല്ലേ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവരുടെ കാര്യം എന്താണെന്നറിയോ? അവരത് പറഞ്ഞപ്പോഴൊക്കെ തെറ്റിപ്പോയി. അവിടെ കറക്റ്റ് കാര്യം എന്ന് പറയണത് അവർ പാവപ്പെട്ട സ്ത്രീയാണ്. ഈ ബഹളത്തിൻ്റെ ഇടയിൽ ചിലർ പറയുവേ 10,000-2000 രൂപയുടെ പത്രം എടുത്താൽ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ. അതൊക്കെ കള്ളത്തരവാണ്. ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട് ആവശ്യത്തിന്. നിങ്ങൾ പ്രാർത്ഥിച്ച് വരുന്ന എല്ലാവരും അച്ഛൻ കാണുന്നുണ്ട്. ഈ സഹോദരിക്ക് വല്ല പത്രത്തിൽ ഒരു കാർഡ് പോലും അവരുടെ കയ്യിലില്ല, ഒറ്റ കാർഡ് പോലും ഇല്ല. അവരോട് എന്താണ് അച്ഛൻ പറഞ്ഞത്? നിങ്ങളുടെ നിങ്ങളുടെ മുതലാളി, നിങ്ങളെ സഹായിക്കുന്ന മുതലാളി കമ്പനി കടത്തിലല്ലേ, നഷ്ടത്തിലല്ലേ, തകർന്നിരിക്കുകയല്ലേ. അവർക്കൊരു പേപ്പർ ഒന്നെങ്കിൽ 8 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ 8 മാസം കഴിയും. എന്താ അവരോട് പറഞ്ഞത്? ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഇവരോട് ഇവിടെ നിന്നാണ് പറഞ്ഞത്. ആൾക്കാരെ എന്തിപ്പിടിച്ച് വന്ന സമയത്ത് ഇവിടെ തലയെ കൈവച്ചപ്പോൾ ഈശോ 8 കാണിച്ച്. ആൾക്കാർ ബഹളത്തിൻ്റെ ഇടയിലാണ് സംഭവിച്ചത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടത്. 8 കാണിച്ച്, ജസ്റ്റ് 8 കാണിച്ചത്. കൈവച്ച ഒരു സെക്കൻഡ് മതി ഒരാൾ മെസ്സേജ് കിട്ടാൻ വേണ്ടി. 8 കാണിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഇവരെന്നോട് പറഞ്ഞത് അമേരിക്കയിൽ ഒരു പേപ്പർ വന്നാൽ എൻ്റെ മുതലാളി രക്ഷപ്പെടും, എന്നാൽ പിന്നെ എൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാകും. അച്ഛൻ മാതാവിനോട് പറയണം. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കൈവച്ച്. അപ്പോൾ 8 കാണിച്ച്.
അപ്പോൾ ഞാനെന്ത് പറഞ്ഞു, 8 വന്നാൽ പിന്നെ കാലമാണ് പ്രശ്നം. 8 കാണിക്കണം എന്താണ്? കൃപാസന അമ്മയുടെ അത് കാലത്തിൻ്റെ അമ്മയാണ്, സമയത്തിൻ്റെ അമ്മയാണ്. അപ്പോൾ 8 കാണിച്ചാൽ ഒന്നെങ്കിൽ 8ൻ്റെ ഏറ്റവും ചെറിയ ഘടകം എന്താ? ആഴ്ചയാണ്. പിന്നെ ഇവരുടെ വിഷയം 8 കൊല്ലമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാര്യം ആ കമ്പനിക്കാരൻ്റെ തന്നെ ജീവിച്ചിരിക്കത്തില്ല. പിന്നെ എന്താ, അച്ഛൻ്റെ ഡിസേൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 8 മാസമായിട്ട് ബൈൻഡ് ചെയ്യും. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. ആ ആധ്യാത്മിക അധികാരത്തിൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണത്. 8 കാണിച്ചാൽ പിന്നെ 8 നമ്മൾ ചലിപ്പിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? അത് 8 ദിവസം ഒന്ന് കണക്ട് ചെയ്യും. ഏറ്റവും കുറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന 8 ദിവസമാണ്. പിന്നെ ഇത് 8 കൊല്ലമായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ബാർ ചെയ്യും. നോട്ട് എഴുതി വെച്ച് ഇത്ര രൂപയെന്ന് നമ്മൾ ബാർ ചെയ്യത്തില്ലേ, അതുപോലെ 8 കൊല്ലമായി മാറാതിരിക്കാൻ വേണ്ടി 8 മാസമായിട്ട് നമ്മൾ അമ്മയുടെ പേരിൽ നിജപ്പെടുത്തി കളയും. അപ്പോൾ പിന്നെ എന്താണ്, 8 മാസത്തിൽ ഇത് എത്ര മോശം പിടിച്ച കേസ് കെട്ടാണെങ്കിലും 8 മാസത്തിനുള്ളിൽ ആ വിഷയം കൈകാര്യം ചെയ്യും. അപ്പോൾ അമ്മ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്ന കാരണം എന്ത് ചെയ്തിരിക്കുന്നത്, 8-ാം ദിവസം തന്നെ കമ്പനി റിലീവ്ഡായി, ഓർഡറായി. അങ്ങനെ അവർ രക്ഷപ്പെടാൻ കാരണം ശരിക്കും. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിലല്ല നമ്മളെപ്പോഴും ഉടമ്പടി ചെയ്യുമ്പോൾ ഓർക്കുമ്പോൾ സമയം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സമയബന്ധിതമായി ഇപ്പോൾ PSC 6 കൊല്ലം എടുത്തിട്ട് കിട്ടാത്ത ആൾ ഉടമ്പടി എടുത്തപ്പോൾ ഉടനെ ഓക്കെ ആണതാണ്. അതിന് സമയമാണ്. ഉടമ്പടിയുടെ ഏറ്റവും വലിയ നമ്മൾ കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സത്യമായിട്ട് ഈശോടെ ഇരിക്കുന്നുണ്ടല്ലോ, സമയത്തിന് ഇത്രയും ഭയങ്കരമായ വിഷയമുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സമയം ഇത്രയും, അതായത് അമ്മയെ നമ്മൾ കാണുന്നത്, ഞാൻ 2007 ഡിസംബർ 4 അമ്മയെ ഇതുപോലെ നിൽക്കുകയായിരുന്നു. ഞാൻ പുറകോട്ട് ബഹളം എന്തോ ആരോ നിൽക്കണമെന്ന് കണ്ട് ഞാൻ തിരിഞ്ഞതാണ്. തിരിഞ്ഞ സമയത്ത് അമ്മ നിൽക്കുന്നു. അമ്മയ്ക്കൊരു വ്യത്യാസമില്ല. അതാണ് അത്ഭുതം. എനിക്ക് മാത്രം അറിയാവുന്നൊരു അത്ഭുതമാണ് ഈ രൂപം. കാര്യം ഇത് ലൈറ്റില്ല, രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഓഫ് ചെയ്ത് രാത്രി മുകളിലെ ലൈറ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരു തരി പോലും വ്യത്യാസമില്ലാതെ അന്ന് ഇവിടെ പ്രത്യക്ഷപ്പെട്ട അതേ മാതാവാണ്. അതുകൊണ്ടാണ് അമ്മയുടെ രൂപത്തെ തൊടുമ്പോഴൊക്കെ ആൾക്കാർക്ക് സൗഖ്യാനുഭവങ്ങൾ ഉണ്ടാകണത്. ഇതൊക്കെ സഭ പഠിക്കണം. വസ്തുനിഷ്ഠമായിട്ട് ശാസ്ത്രീയമായിട്ട് ഇന്ന് നിലവിലുള്ള എല്ലാ സങ്കേതങ്ങളും വെച്ച് സഭ പഠിക്കണം. സഭ പഠിക്കാൻ വേണ്ടി ഈ CBC പ്രത്യക്ഷീകരണം ഔദ്യോഗികമായിട്ട് സഭയിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാകാൻ വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ.